ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെമി ടെസ്റ്റ്നെറ്റിൽ വന്നിരിക്കുന്ന പുതിയൊരു ടാസ്ക് ആണ്. ഫേസ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു KYC ടൈപ്പ് ഓഫ് ടാസ്ക് ആണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം, കാരണം നമുക്ക് എയർ ഡ്രോപ്പിൽ വളരെയധികം സ്വാധീനം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു എയർ ഡ്രോപ്പ് ടാസ്ക് ആണ് നമ്മളുടെ ഈ ഒരു വെരിഫിക്കേഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോയിലും എല്ലാവരും കംപ്ലയിൻറ്റ് പറയുന്നതാണ് മൊബൈൽ ഫോണിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. iOS ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഞാനിവിടെ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത് കിവി ബ്രൗസറാണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും ഒക്കെ iOSൽ മാത്രം നമുക്ക് മൈസസ് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിലാണെങ്കിൽ മൈസസും അതുപോലെ തന്നെ കിവിയും ഒക്കെ വർക്കിംഗ് ആണ്. ഏതാണോ എക്സ്റ്റൻഷൻസ് വർക്ക് ആവുന്ന ഒരു ബ്രൗസർ അതെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ നേരെ നമ്മുടെ ഹെമി ടെസ്റ്റിൻ്റെ ടാസ്കിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു പേജിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് വന്നാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും വൺ ടൈം ടാസ്ക് ആയിട്ട് വെരിഫൈ യുവർ യുണീക്നെസ് വിത്ത് ഡെമോസ് ഓൺലി മീ ID എന്ന് പറയുന്ന ടാസ്ക് വന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ 2000 പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ സ്വാപ്പിംഗ് അതുപോലെ തന്നെ ക്യാപ്സൂൾ ഈ രണ്ട് ടാസ്കുകളും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എന്നും ചെയ്യുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഹെമിയിലെ ഈ ഒരു സ്വാപ്പിൻ്റെ ടാസ്ക് ഓരോ ദിവസവും 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. 200 പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരു വീക്കിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും, ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്തു പോവുക. പോയിന്റ്സ് മാക്സിമം കൂട്ടുക, കാരണം അധികം ആൾക്കാരൊന്നും ആക്റ്റീവ് അല്ല ഹെമി ടെസ്റ്റിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റാങ്കിങ്ങിൽ മുൻപോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അസറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ കുറേ പ്രാവശ്യം കണ്ടു. അത് നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്വാപ്പിംഗ് പേജിലേക്ക് പോയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഹെമി സെഫോലിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു USDT അല്ലെങ്കിൽ USDC ആയിട്ട് മാറ്റണം. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ലോഡ് ആവുന്നില്ല. അങ്ങനത്തെ ലോഡ് ആവാത്ത ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വൈഫൈ ആണ്. ഓക്കെ, ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. ബ്രോഡ്ബാൻഡ് മാറ്റിയതിന് ശേഷം മൊബൈൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓപ്പൺ ആവും. ഓക്കെ, അത് മെയിൻ വീഡിയോ കണ്ടവർക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങളുടെ ഹെമി ടെസ്റ്റ്നെറ്റിലുള്ള ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, USDT USDC DAI അതുപോലുള്ള സ്റ്റേബിൾ കോയിനിലേക്ക് മാറ്റുക. എന്നിട്ട് ക്യാപ്സൂളിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു അസറ്റ് യൂസ് ചെയ്ത് ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസം നമ്മൾ വന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ സ്വാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അസറ്റ് ആക്കിയാൽ മാത്രമാണ് വീണ്ടും കാണിക്കുക. അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത അസറ്റ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അസറ്റ് കാണാത്ത എറേഴ്സോ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ സ്വാപ്പ് ചെയ്തതിന് ശേഷം ക്യാപ്സൂളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കാം. അതുപോലെ തന്നെ ടണലിംഗ് ടാസ്ക് ഇല്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ടണലിംഗിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടണലിൻ്റെ പേജ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇവിടെ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതെല്ലാം മെയിൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ടാസ്കിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോണിലാണ്. PC-യിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മിൻറ്റ് ഓൺലി മീ ID എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് നമ്മുടെ ഡെമോസ് എന്ന് പറയുന്ന പേജിലേക്ക് പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, 2 ബട്ടൺ കാണാൻ പറ്റും. മേലെയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലും ഉണ്ട്. ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെക്കിംഗ് വരും. ഇവിടെ നമുക്ക് സെലക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാലറ്റുകൾ കാണാം. മെറ്റാമാസ്ക്, എൻ്റെ ഫോണിലുള്ള എല്ലാ വാലറ്റുകളും കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കണക്റ്റും വരും. ഏത് വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനിവിടെ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്യുന്നത്. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിവി ബ്രൗസർ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് പോകണം എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം മെറ്റാമാസ്കിൻ്റെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. ആ ആപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റാമാസ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുമോ നോക്കാം. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തു. ഒരു 10-20 സെക്കൻഡോട് വെയിറ്റ് ചെയ്യണം, കാരണം മെറ്റാമാസ്ക് വളരെ സ്ലോ ആണ്. ചിലപ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരാൻ വേണ്ടി ഏകദേശം 1 മിനിറ്റ് വരെ സമയം എടുത്തേക്കാം. ഓക്കെ, ഞാനിവിടെ കണക്ട് കൊടുക്കുകയാണ്. കണക്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് അക്കൗണ്ട് കണക്ട് ആയി എന്നാണ് പറയുന്നത്. അതിനുശേഷം സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബട്ടൺ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ നെറ്റ്വർക്ക് കറക്റ്റ് ആണെങ്കിൽ വരില്ല. എൻ്റെ നെറ്റ്വർക്ക് ഇപ്പോൾ മാറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഏത് നെറ്റ്വർക്കാണ് വേണ്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെമി സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും മെറ്റാമാസ്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, മെറ്റാമാസ്ക് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണക്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുറകിൽ ഒരു ആഡ് നെറ്റ്വർക്കിൻ്റെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ എൻ്റെ മെറ്റാമാസ്കിൻ്റെ ആപ്പിലേക്ക് ഹെമി ടെസ്റ്റ്നെറ്റ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഹെമി ടെസ്റ്റ്നെറ്റിൻ്റെ നെറ്റ്വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മെറ്റാമാസ്കിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി സ്വിച്ച് കൊടുത്ത് ഞാൻ നെറ്റ്വർക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, ഇപ്പോൾ ഹെമിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 1 മിനിറ്റോളം ലോഡിംഗ് തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടിന്യൂ ടു മെറ്റാമാസ്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ലോഡിംഗ് തന്നെ നിന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും മെറ്റാമാസ്കിലേക്ക് പോയിട്ടുണ്ട്. മെറ്റാമാസ്കിൻ്റെ ആപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സൈൻ കൊടുക്കുന്നു. അതുപോലെ സൈൻ മെസ്സേജ് വരണം. ഓക്കെ, എന്നാലേ വർക്ക് ആവുള്ളൂ. ഇവിടെ കാണാൻ പറ്റും മെറ്റാമാസ്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹെമി ടെസ്റ്റ്നെറ്റിൽ കണക്ട് ചെയ്ത മെറ്റാമാസ്ക് വേണം ചൂസ് ചെയ്ത് കൊടുക്കാൻ. ആ ഒരു കാര്യം മനസ്സിലാക്കി
മനസ്സിലാക്കുക. നിങ്ങൾ മെയിൻ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ മെറ്റാമാസ്കിൻ്റെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മെറ്റാമാസ്ക് തന്നെ നിങ്ങളോട് കൊടുക്കണമെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് വർക്ക് ആവുക. ഹെമി ടെസ്റ്റിന് നിങ്ങൾ ഏത് മെറ്റാമാസ്ക് അക്കൗണ്ടാണോ യൂസ് ചെയ്തത് ആ ഒരു മെറ്റാമാസ്ക് തന്നെ യൂസ് ചെയ്യണം എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ സൈൻ്റെ എറേഴ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വാലറ്റ് ഡിസ്കണക്ട് ചെയ്യുക, കണക്ട് ചെയ്ത് നോക്കുക, റിഫ്രഷ് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡ് മാറ്റുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അല്ലാതെ നമുക്ക് ആർക്കും ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഒറ്റയടിക്ക് കറക്റ്റ് ആവില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എൻറോൾ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് യുവർ ബയോമെട്രിക് എൻറോൾമെൻറ്റ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് ബിഗിൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യേണ്ട ഫേസ് സ്കാൻ ആണ്. നമ്മൾ എല്ലാവരും ഹ്യൂമൻസ് ആണ് എന്നുള്ള കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, ബോട്ടുകളല്ല എന്ന് വെരിഫൈ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ബോട്ടുകൾ ഹെമി ടെസ്റ്റ് നെറ്റ് എടുക്കുമോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് വന്നേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് തന്നെ 1, 2, 3, 4 ഒക്കെ മെറ്റാമാസ്ക് തുടങ്ങിയതിന് ശേഷം അത്രയും ഹെമി ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രയും അക്കൗണ്ടുകളും അത്രയും എയർ ഡ്രോപ്പും കിട്ടുകയാണ്. പക്ഷേ ഇതുപോലെ ഒരാൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉള്ളത് തടയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെരിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത്. ബോട്ടുകളെല്ലാം തടഞ്ഞുകൊണ്ട് റിയൽ ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രം എയർ ഡ്രോപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഹെമി ടെസ്റ്റിൻ്റെ ഉദ്ദേശം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കൊളാബറേഷനുമാണ് ഈ ഒരു ഓതൻറ്റിക്കേഷൻ ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനിയുമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങളുടെ കയ്യിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ ഫേസ് വെച്ച് ചെയ്യുക, അടുത്ത് നിങ്ങളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെയോ സിബ്ലിങ്സിൻ്റെ ആരതോ ചെയ്യുക. അങ്ങനെ ഓരോ മെമ്പേഴ്സിൻ്റെ ഫേസ് വെച്ച് ചെയ്യുക. അല്ലാതെ 2-3 അക്കൗണ്ട് സെയിം ഫേസ് വെച്ച് ചെയ്യരുത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഫെയിൽ ആവും, അല്ലെങ്കിൽ അക്കൗണ്ട് ബാൻ ആവും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ ബിഗിൻ വെരിഫിക്കേഷൻ കൊടുത്തു. അപ്പോൾ ഈ സ്ക്രീനൊക്കെ റെക്കോർഡ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു ക്യാമറ ഓൺ ആവുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് വർക്ക് ആയിക്കൊള്ളുന്നില്ല. കാരണം പ്രൈവസി സെറ്റിംഗ്സ് കാരണം ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഫേസ് റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഡിസേബിൾ ആയി ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും ചിലപ്പോൾ കാണുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. നിങ്ങൾ പി സിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാം ഉണ്ട് എന്ന കാര്യം ഉറപ്പ് വരുത്തുക. ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ, ഞാനിപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അലോ കൊടുക്കുകയാണ്. ക്യാമറ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കുകയാണ്, ശേഷം അലോ കൊടുക്കുകയാണ്. അപ്പോൾ അലോ ആവുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്, ഞാൻ ഈ കിവി ബ്രൗസറിന് തന്നെ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ക്യാമറ പെർമിഷൻ കിട്ടാത്തത് ഈ സൈറ്റിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അങ്ങനത്തെ എറേഴ്സ് വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കിവി ബ്രൗസറിൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഞാൻ ക്യാമറ പെർമിഷൻ എനേബിൾ ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റും നോ പെർമിഷൻസ് ഗ്രാൻഡഡ് ആണ് കിവി ബ്രൗസറിന്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗസറിനെ പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആവാത്തത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ക്യാമറ ടാപ്പ് ചെയ്ത് കൊടുത്തു, എലോ കൊടുത്തു. അപ്പോൾ ഇതുപോലെ മാനുവലി എനേബിൾ ചെയ്യേണ്ടി വന്നേക്കാം ചിലർക്ക്, നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും പോകുന്നു, അതിനുശേഷം ട്രൈ ചെയ്യാൻ കൊടുക്കുന്നു, അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വർക്കാവും. ഇവിടെ വരാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഓപ്പൺ ആവാത്തത്. ഞാൻ എന്തായാലും ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാനിവിടെ വീണ്ടും ട്രൈ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, അതിനുശേഷം അലോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വരാതിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫേസ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അടുത്തതായിട്ട് പറയുന്നത് എൻ്റെ ഫേസ് ലെഫ്റ്റിലേക്ക് തിരിക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഫേസ് ഒരു സൈഡ് സ്കാൻ ആവും, പിന്നെ റൈറ്റിലേക്ക് തിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റൈറ്റിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ റൈറ്റ് സൈഡ് സ്കാൻ ആയി. അപ്പോൾ വെരിഫൈങ് ആവുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. വെരിഫൈങ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രോസസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഫേസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ എൻറോൾമെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സ്കാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് ഫേസ് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ജസ്റ്റ് ഫേസ് കാണിച്ചു കൊടുക്കുക, ഫേസ് വെരിഫൈ ആവും. അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാൻ ആയ ശേഷം ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും നമ്മുടെ വെരിഫിക്കേഷൻ എൻറോൾമെൻറ്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് മിൻറ്റ് MEID മീ ID എന്ന് പറയുന്ന ID മിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ് മിൻറ്റ് കൊടുക്കുക. മിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ മിൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ കാണാൻ പറ്റും എനിക്ക് മെറ്റാമാസ്കിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല, ഒരു പോപ്പോ അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷനോ സൈനോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും പോകുന്നു, ബാക്കിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ചെയ്തിട്ട് ഒന്നും കൂടി കൺഫർമേഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യുക എന്നത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഫോർ ട്രാൻസാക്ഷൻ പറയുന്നുണ്ട്. ഞാൻ മെറ്റാമാസ്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സൈൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് സൈൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. മെറ്റാമാസ്കിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റഡ് ഗ്യാസ് ഫീ ആയിട്ട് 0.0001 ഇതേറിയം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒറിജിനൽ ഇതേറിയം അല്ല. ഓക്കെ, സെഫോലിയ ഇതേറിയമാണ്. നമ്മൾ ഹെമി ടെസ്റ്റ് നെറ്റിലൂടെ ടണൽ ചെയ്ത നമ്മുടെ സെഫോലിയ ഇതേറിയം നമ്മൾ ഹെമി ഇതേറിയമാക്കി മാറ്റി. ആ ഹെമി ഇതേറിയമാണ് നമുക്കിവിടെ ചിലവാകുന്നത്, ഒറിജിനൽ ക്യാഷ് അല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ വരും. ഇതുപോലെ എനിക്ക് 4-5 പ്രാവശ്യം ഞാൻ കൺഫർമേഷന് വേണ്ടി മെറ്റാമാസ്കിലേക്ക് കയറി ഇറങ്ങി ക്ലോസ് ചെയ്തിട്ടാണ് എനിക്ക് വന്നത്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം സൈൻ റിക്വസ്റ്റ് മാത്രമാണ് വന്നത്, ഈ ഒരു കൺഫർമേഷൻ വന്നതേ ഇല്ലായിരുന്നു. 4-5 പ്രാവശ്യം ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യം വന്നത്. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഗ്യാസ് ഫീ ആയിട്ട് 0.01165 ഇതേറിയം നമുക്ക് ഗ്യാസ് ഫീ ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇതും ടെസ്റ്റ് നെറ്റ് ഇതേറിയമാണ്, ഒറിജിനൽ ഇതേറിയം അല്ല, ക്യാഷ് വേണ്ട, ഫ്രീ ആണ്. ഓക്കെ, അതിനുശേഷം കൺഫേം കൊടുക്കുക.
കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പെൻഡിങ് എന്നാണ് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ജസ്റ്റ് പെൻഡിങ് എന്ന് കാണിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഈ ഒരു പേജ് തന്നെ വെയിറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കാരണം കൺഫേം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് കൺഫേംഡ് അല്ല. എന്തായാലും മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൺഫേം ആയോ ഇല്ലേ എന്നുള്ള കാര്യം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ പെൻഡിങ്ങിലുണ്ട്. ഓക്കെ, ഇവിടെ സ്പീഡപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പെൻഡിങ് ഓപ്ഷൻ, ഈ ഒരു ക്ലോക്കിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് സബ്മിറ്റ് ആയിട്ടുള്ളൂ, കംപ്ലീറ്റഡ് എന്ന് വരും സ്റ്റാറ്റസ്, എങ്കിൽ മാത്രമാണ് കംപ്ലീറ്റ് ആവുക. നമുക്ക് എന്തായാലും ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ MEID ടോക്കൺ സക്സസ്ഫുള്ളി മിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നിങ്ങൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കുക, ഇതേറിയും ബ്ലോക്ക് ചെയിൻ്റെ ലോഡ് അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പേജ് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേജിലേക്ക് വന്നു, ഡാഷ്ബോർഡിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മുടെ MEID മിന്റ് ആയി എന്ന കാര്യം കൺഫേം ആക്കാൻ ഇവിടെ കാണാൻ പറ്റും. MEID മിന്റഡ് ഓൺ, അതുപോലെ തന്നെ നമ്മൾ മിന്റ് ചെയ്ത ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് നമ്മുടെ ഹെമി ടെസ്റ്റിൻ്റെ പേജിലേക്ക് തന്നെ പോകാം. കൺഫേം ആയോ ഇല്ലേ എന്നറിയണ്ടേ. നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പേജിൽ വീണ്ടും മിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റഡ് എന്നൊന്നും കാണിക്കില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ പോയിന്റ്സിലേക്ക് ഈ 2000 പോയിന്റ് ആഡ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് മിന്റഡ് ഓൺ എന്ന് പറയുന്ന ഈ സംഭവം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മിന്റായി എന്നാണ് അർത്ഥം. ഓക്കെ, ഹെമി ടെസ്റ്റിൽ യൂസ് ചെയ്ത സെയിം മെറ്റാമാസ്ക് അക്കൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റാമാസ്ക് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മേലെ കണക്ഷൻസ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹെമീൻ്റെ പേജിൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രൈമറി വാലറ്റ്, ഞാൻ കണക്ട് ചെയ്ത് വെച്ച മെറ്റാമാസ്ക്. ഇവിടെ നമുക്ക് ഈ ഒരു ID, നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ID അല്ലെങ്കിൽ അഡ്രസ്സ് കാണാൻ പറ്റും. ഈ ഒരു അഡ്രസ്സ് തന്നെയാണോ നമ്മളെ മെറ്റാമാസ്കിൻ്റെ ആപ്പിലും ഉള്ളത് എന്ന് ചെക്ക് ചെയ്താൽ മതി, ഈസിയാണ്. ഓക്കെ, കാണാൻ പറ്റും എൻ്റെ A684A6 എന്ന് പറയുന്നതാണ് എൻ്റെ അഡ്രസ്സ് അവസാനിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. 4 മണിക്കൂർ ആകുമ്പോൾ പോയിന്റ് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കഴിഞ്ഞേക്കാം. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഡെയിലി സ്വാപ്പും അതുപോലെ തന്നെ വീക്ക്ലി 2 പ്രാവശ്യം നിങ്ങളുടെ ക്യാപ്സൂളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ പോവുക. എല്ലാവരും ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം പോയിന്റ് കൂടുന്നുണ്ട്, റാങ്ക് കൂടുന്നുണ്ട്. നിങ്ങൾ മാത്രം പുറകിലായി പോരുത്. ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യുമ്പോൾ ഓടി വന്നിട്ട് കാര്യമില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ടെസ്റ്റ്നെറ്റ് ആണ്, അത്യാവശ്യം സമയം എടുത്തേക്കാം. ഡെയിലി അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. ഈ ഒരു വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഹെമി ടെസ്റ്റ്നെറ്റ് ഫാം ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.